ശബരിമലയിലെ തിരുവാഭരണ ഘോഷയാത്രയിൽ ഇത്തവണ ഉപയോഗിക്കുക നീലേശ്വരം കക്കാട്ടുകോവിലകം വക ഭസ്മത്തട്ടുകൾ. പന്തളം രാജകൊട്ടാരം അനുമതി നൽകിയതോടെയാണ് ഇവരുടെ പ്രാർത്ഥനാ നിരതമായ ഈ ആഗ്രഹം സാർത്ഥകമായത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പന്തളത്തു നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്രയിൽ പന്തളം കൊട്ടാരത്തിലെ രാജകുടുംബാംഗങ്ങൾ ഭക്തർക്ക് നേരിട്ട് ഭസ്മം നൽകാറുണ്ട്. ഇതിനുള്ള ഭസ്മത്തട്ടുകളാണ് ഇത്തവണ നീലേശ്വരം കക്കാട്ട് കോവിലകം വകയായി തയ്യാറാക്കി എത്തിച്ചിരിക്കുന്നത്. പയ്യന്നൂർ കണ്ടോത്തെ കെ ശശികുമാർ മുണ്ടവളത്തിലാണ് ഓടിൽ തീർത്ത മനോഹരമായ ഈ ഭസ്മത്തട്ടുകളുടെ അണിയറങ്ങി. കക്കാട് കോവിലകത്തെ PK സുഭാഷും അനുജൻ AC സന്തോഷ് കുമാറും വർഷങ്ങളായി ശബരിമലയിലെ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കാറുണ്ട്. പന്തളം രാജകൊട്ടാരത്തിന്റെ പ്രതിനിധികളായാണ് ഇരുവരും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്നത്. അങ്ങനെയാണ് ഭക്തർക്ക് നേരിട്ട് പ്രസാദമായി ഭസ്മം നൽകുവാനുള്ള ഭസ്മത്തട്ടുകൾ സ്വന്തം നിലയിൽ നിർമ്മിച്ച് നൽകിയാലോ എന്ന ആഗ്രഹവും ആലോചനയും ഇവരിൽ ഉടലെടുക്കുന്നത്. ഇക്കാര്യം പന്തളം കൊട്ടാരത്തെ അറിയിച്ചപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ അവരതിന് അനുമതി നൽകുകയായിരുന്നു. അങ്ങനെയാണ് കലിയുഗവരതന്റെ തിരുസന്നിധിയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ആവശ്യമായ ഭസ്മത്തട്ടുകൾ സമർപ്പിക്കാനുള്ള അസുലഭമായ സൗഭാഗ്യവും നിയോഗവും കക്കാട് കോവിലകത്തിന് സിദ്ധിച്ചത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്കും എൻ്റെ ചേട്ടനും കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായി അതിൻ്റെ കൂടെ പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മുമ്പേ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു ഈ യാത്രയിൽ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഭസ്മത്തട്ട് ഒന്ന് സമർപ്പിക്കാമെന്നുള്ളത്. ആ രീതിയിൽ ഞങ്ങൾ ഇത്തവണ ഇത് ഉണ്ടാക്കുകയും പയ്യന്നൂരിലെ ഒരു ആചാര്യ ഉണ്ടാക്കിയത് ഇത്തവണ ഈ തിരുവാഭരണ ഘോഷയാത്ര കൂടെ നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. എന്താ പറയുക, ഞങ്ങൾ സുഭാഷേട്ടനും ചിറ്റമ്മയും വേറെല്ലാം എൻ്റെ വൈഫും എല്ലാം പന്തളം കൊട്ടാരത്തിലാണ്. എന്തോ നമ്മളൊരു ഭാഗ്യം എനിക്കും ലഭിച്ചു. അത് വരുന്ന ജനുവരി 12-നാണ് ഇത്തവണ പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര നടക്കുക. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.